വക്കാലത്ത് നാരായണൻകുട്ടി എന്നാണ് പേര് അല്ലേ? അല്ല, നാരായണൻകുട്ടി എന്നാണ് പേര്. വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ശശിധരക്കുറുപ്പ് മകൾ കാർത്തികയെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണല്ലോ നിങ്ങളുടെ ആരോപണം. അത് മാത്രമല്ല, ഞാൻ മന്ത്രിക്കെതിരെ കേസ് ഫയൽ ചെയ്തപ്പോൾ പ്രായപൂർത്തിയാകാത്ത മകളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ ജനനത്തീയതി തിരുത്തി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കി കള്ളത്തെളിവ് നൽകിയ വകയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് 191 പ്രകാരമുള്ള കുറ്റവും ചെയ്തിരിക്കുന്നു. ശൈശവ വിവാഹ നിരോധന നിയമം ലംഘിച്ചു എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് മന്ത്രി. പരമാവധി ശിക്ഷ 3 മാസം വെറും തടവും പിഴയും. പക്ഷേ കോടതി ശിക്ഷിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി കളവായ വിവരങ്ങൾ കോടതിക്ക് നൽകി എന്നുള്ളത് മറ്റൊരു കുറ്റം. IPC സെക്ഷൻ 201 പ്രകാരം കോടതിക്ക് പരമാവധി 7 വർഷം വരെ ശിക്ഷിക്കാം. ഇനിയിപ്പോ തിരുത്തിയ സർട്ടിഫിക്കറ്റ് ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. മകൾ കാർത്തികയ്ക്ക് 18 വയസ്സായെങ്കിൽ മന്ത്രി ശശിധരക്കുറുപ്പിന്റെ ഭാര്യ മല്ലിക വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. രേഖയനുസരിച്ച് മന്ത്രിക്ക് ഇപ്പൊ 53 വയസ്സ്. കല്യാണം നടന്നത് 36ാമത്തെ വയസ്സിൽ. യുവർ ഓണർ, മന്ത്രി ശശിധരക്കുറുപ്പിന്റെ കല്യാണക്കുറി ഞാനിവിടെ ഹാജരാക്കുന്നു. ഇനിയിപ്പോ ഇതെല്ലാം മന്ത്രി നിരാകരിച്ച് കാർത്തിക തന്റെ മകളെ അല്ല എന്ന് വരുത്തി തീർക്കുമോ എന്നുള്ളതാണ് എന്റെ പേടി. വക്കാലത്ത് നാരായണൻകുട്ടി വിദ്യുച്ഛക്തി മന്ത്രി ശശിധരക്കുറുപ്പിനെതിരെ ഫയൽ ചെയ്ത പ്രമാദമായ കേസിൽ മന്ത്രി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. വിധിയെ തുടർന്ന് മന്ത്രി തന്റെ സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതനായി. നിയമം ഒരായുധമാക്കി മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ വളരെ പ്രാക്ടിക്കലായി കോടതി വഴി പടപൊരുതുന്ന അദ്ദേഹത്തെ നമുക്കിന്ന് കന്നഡയിലൂടെ പരിചയപ്പെടാം. പാലക്കാട് ജില്ലയിലെ വാണിയംകുളം ഗ്രാമം. ഇവിടെയാണ് നാരായണൻകുട്ടി ജനിച്ചു വളർന്നത്. നാരായണൻകുട്ടിയുടെ അച്ഛൻ പത്മനാഭൻ. അച്ഛന് ചാന്തി വക്കീലിന്റെ ഗുമസ്തന. നാരായണൻകുട്ടിയെ വക്കീൽ പരീക്ഷയ്ക്ക് അയക്കണമെന്നുണ്ടായിരുന്നു. അത് പിന്നെ സർക്കാർ ജോലി കിട്ടിയപ്പം അയച്ചില്ലെന്നേ ഉള്ളൂ. ചുറ്റുപാടൊക്കെ അങ്ങനെ ആന്നേ. ഡിഗ്രി എടുത്തില്ലെന്നേ ഉള്ളൂ. നാട്ടുകാർക്ക് അവനൊരു വക്കീൽ തന്നെയാ. അതല്ലേ വക്കാലത്തെന്ന് വിളിക്കുന്നത്. അത് കേൾക്കുമ്പം ഒരു സന്തോഷവും രസവും മതിയല്ലോ. അമ്മ കാർത്യായനി, അനുജത്തി നിവേദിത. നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ ഏത് കോടതിയിലും പോകും. പക്ഷെ വീട്ടിലെ ഒരു കാര്യത്തിനും അതിലെനിക്ക് പരാതിയുണ്ട്. പക്ഷെ നാട്ടുകാർ പറയുന്നത് ഏട്ടൻ ഇലക്ഷനിൽ ജയിക്കുമെന്നാ. തിരുവനന്തപുരത്തേക്കുള്ള സ്ഥലമാറ്റം താങ്കൾക്കൊരു പണിഷ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ? തിരുവനന്തപുരത്തേക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒന്നുമല്ല, സെക്രട്ടേറിയറ്റിൽ ഒരു ഡെപ്യൂട്ടേഷൻ. ചിലപ്പോ അവർക്കിതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ അനന്തപത്മനാഭന്റെ നാടല്ലേ. പാൽക്കടലിൽ കിടന്നുകൊണ്ട് അനന്തപത്മനാഭൻ നീട്ടിയൊരു വിളിയ വക്കാലത്ത് നാരായണൻകുട്ടിയെ ഇന്ന്. വിളി കേൾക്കാതിരിക്കാൻ പറ്റുമോ? ചിലപ്പോ അസുരന്മാർക്കെതിരെ കേസ് കൊടുക്കാനാവും. ഞാൻ അഡ്വക്കേറ്റ് മാത്യു. ഇങ്ങോട്ട് പെട്ടെന്ന് എത്താൻ ഒരു ഫോൺ കോൾ കിട്ടിയിട്ട് വന്നതാ. SI അദ്ദേഹം ഇപ്പൊ വരും. സാർ അകത്തോട്ടിരിക്കണം. SIയോ? വേണ്ട, ഞാനിവിടെ നിന്നോളാം. അകത്തോട്ടിരിക്കണം സാർ. എന്നെ എന്തിനാ വിളിപ്പിച്ചത്? എനിക്ക് പെട്ടെന്ന് പോണം. വരണം സാർ. എടാ മാത്യു, പാല് മുഴുവൻ കുടിക്കേ, ഇല്ലെങ്കിൽ അമ്മ ഇപ്പൊ പോലീസിനെ വിളിക്കും. നാരായണൻകുട്ടി, ഓഹോ, വണ്ടി ഇറങ്ങി കാല് കുത്തുമ്പോഴത്തേക്ക് നീ പ്രശ്നം ഉണ്ടാക്കിയല്ലേ? പ്രശ്നോ? റെയിൽവേക്കാരുണ്ടാക്കിയ ഒരു പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടപ്പോ അവരെന്നെ പിടിച്ച് ലോക്കപ്പിലിട്ടു. നീ എന്തെങ്കിലും ഒപ്പിക്കാതെ ദാ നോക്ക്, വെറും കപ്പലണ്ടി മിഠായിയ. ഇതിന് മാക്സിമം റീറ്റെയിൽ പ്രൈസ് 11 രൂപ 50 പൈസയാ. പക്ഷെ തീവണ്ടിയിൽ എന്നോട് ഇതിന് 12 രൂപ വാങ്ങിയത്. സർവീസ് ചാർജ് ഈടാക്കിയതാവും. നാരായണൻകുട്ടി, റെയിൽവേ മൊബൈൽ അല്ലേ? അത് മോഡൻ തന്നെയായോ. പാക്കേജിംഗ് ആൻഡ് കമ്മോഡിറ്റീസ് ആക്ട് എന്താ റെയിൽവേക്കും ബാധകല്ലേ? നീ പറ, ഇവനെയൊന്നും വെറുതെ വിട്ടൂടാ, കേസ് ചാർജ് ചെയ്യണം. എന്താ നീ ബാധിക്കില്ലേ? 12 രൂപയാണ് നീ കൊടുത്തത്. എന്താ തെളിവ്? ഞാൻ ബില്ല് വാങ്ങി. ആദ്യം ബില്ല് തരാൻ കൂട്ടാക്കിയില്ല. വിൽപ്പന നികുതി നിയമപ്രകാരം ഏതൊരു സാധനം വിൽക്കുമ്പോഴും 10 രൂപയിൽ കൂടുതലാണ് വിലയെങ്കിൽ നിർബന്ധമായും ബില്ല് തന്നിരിക്കണം എന്നാണ് നിയമമെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അവൻ ബില്ല് തന്നത്. എന്റെ അടുത്ത് അവന്റെ കളി. കൊടുക്കും, കേസ് കൊടുക്കും, ഉറപ്പാ. 50 പൈസക്ക് വേണ്ടി കേസ് കൊടുക്കണോ? മക്കളെ, 50 പൈസയുടെ വില നിനക്കറിയില്ല.
പക്ഷെ എനിക്കറിയാം, വെളിച്ചെണ്ണ ലിറ്ററിന് 28 രൂപ ഉണ്ടായിരുന്നപ്പോ 100 മില്ലിക്ക് 3 രൂപ വാങ്ങിയ കടക്കാരനോട് ബാക്കി 20 പൈസയ്ക്ക് വേണ്ടി എന്റെ അമ്മ തർക്കിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് 20 പൈസ കൊടുത്തൊരു തീപ്പെട്ടി കിട്ടും. ഒരു നിയമം ഉണ്ടെങ്കിൽ അത് പാലിക്കണം. ഈ നാട്ടിൽ ഉപഭോക്തൃ സംരക്ഷണ കോടതി എന്നൊന്നുണ്ടെന്ന് യുവമാരകൻ അറിയട്ടെ. കടലമുട്ടായി വിൽക്കുന്ന പയ്യനോടാ നിന്റെ ഈ വാശി. റെയിൽവേ ജനറൽ സൂപ്പർവൈസറുടെയും കാറ്ററിംഗ് സൂപ്പർവൈസറുടെയും അറിവോടും സമ്മതത്തോടും കൂടിയാണ് വിൽപ്പന. അമിത വില ഈടാക്കുന്നതിനെതിരെ റെയിൽവേക്കെതിരെ കൺസ്യൂമർ കോർട്ടിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും, ഉറപ്പാ. പിന്നെ ഏത് വകുപ്പിലാണ് ഇവന്മാർ എന്നെ പിടിച്ച് ഇതിനകത്തിട്ടെന്നുള്ളത് എനിക്കും അറിയാം. വകുപ്പ് നമ്മള് ക്രിമിനൽ നടപടി നിയമത്തിൽ 57-ാം വകുപ്പ് പ്രകാരം കുറ്റം ചെയ്ത ആളെ 24 മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വെക്കാം. വക്കാലത്തുകാരാണ് കുട്ടിക്ക് അത് അറിയില്ല എന്നുണ്ടോ? ഇരിക്കൂ. മാത്യു ഇരിക്ക്. നീ ആ ജാമ്യത്തിലുള്ള അപേക്ഷ കൊടുക്ക. മാത്യു നേരുപറമ്പിൽ, എന്റെ അഡ്വക്കേറ്റ്. ആ ചാർജ് ഷീറ്റ്. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് ജാമ്യത്തിന്റെ ആവശ്യമില്ല. കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സീനും ഉണ്ടാകുമായിരുന്നില്ല. സോറി. മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്കറിയാം. ഓർമ്മയുണ്ടോ പണ്ട് ഒറ്റപ്പാലം റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിച്ച ഒരു ദാക്ഷായണിയമ്മയെ? ദാക്ഷായണിയമ്മ ടീച്ചർ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ ഓടയില് പൊട്ടിയ സ്ലാബിൽ കുടുങ്ങി കാലൊക്കെ നഷ്ടപ്പെട്ട. അതെ, അവര് തന്നെ എന്റെ അമ്മയാ. നാരായണൻകുട്ടി കേസ് കൊടുത്തുകൊണ്ട് മാത്രമാണ് നഷ്ടപരിഹാരം കിട്ടിയത്. അത് മറക്കാൻ മാത്രം ഞാനൊരു പോലീസുകാരനായിട്ടില്ല. നാരായണൻകുട്ടിയുടെ സ്കൂട്ടർ ബ്രേക്ക് മാലിൽ നിന്ന് ഇറക്കി പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടുണ്ട്. ഇതാക്കി. താങ്ക് യു സർ. വാ. അമ്മച്ചി, ഇതാ അമ്മച്ചി ഞാൻ പറഞ്ഞ നാരായണൻകുട്ടി. പിന്നെ ഞാനങ്ങോട്ട് അനിയത്തിയുടെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഒരു TC വാങ്ങി. അയാൾ തന്നെയാണോ ഇയാൾ? അതോ ഇയാളെ പോലെയാണോ അയാൾ? എന്തോ ഇയാളെ ഞാൻ ടിവിയിലും പത്രത്തിലും ഒക്കെ വക്കാലത്ത് നാരായണൻകുട്ടി. വേണ്ട വക്കീലേ വേണ്ട, ഇയാൾ ഇവിടെ താമസിക്കണ്ട. എനിക്ക് ഈ വയസ്സുകാലത്ത് കോടതിയും പോലീസ് സ്റ്റേഷനും ഒന്നും കേറാൻ വയ്യ. നാരായണൻകുട്ടി അമ്മച്ചിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. വേണ്ട, ഇപ്പം കയറി താമസിക്കും, പിന്നെ അവകാശം പറയും. ഒഴിഞ്ഞു പോണ പ്രശ്നം ഈ ജന്മത്തുണ്ടാവില്ല. ഇയാൾക്ക് വേണ്ടി നിങ്ങൾ ഫ്രീ ആയിട്ട് വാദിക്കും. എനിക്ക് വക്കീലിനെ വയ്ക്കാൻ സാമ്പത്തികമില്ല, സഹായിക്കാനും ആരുമില്ല. രാവിലെ ഭയങ്കര ചൂടിലാണല്ലോ. ഈ കേസ് ഞാൻ ഹാൻഡിൽ ചെയ്യാം. അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. അദ്ദേഹം മരിച്ചുപോയി. ഓ, മക്കളൊക്കെ എവിടെയാ? നല്ല ഹാൻഡിലിംഗ്. താങ്ക് യു. കുഴപ്പമായോ? നീ ചളമാക്കിയില്ലേ? നീ എന്തിനാ മക്കളെ കുറിച്ച് ചോദിച്ചത്? എന്തേ മക്കളില്ലേ? ഉണ്ട്, 5 എണ്ണം. പക്ഷെ ഒരെണ്ണം തിരിഞ്ഞു നോക്കത്തില്ല. അതെന്താ അങ്ങനെ? നന്ദി കേട്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാ കാണാൻ രസമാ. എന്നാ സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കണമെന്ന് വഴിപാട് തരുന്ന മക്കളായാല് വളർത്തി വലുതാക്കി എന്റെ കൂലി. നന്ദിയില്ലാത്തവര്. വക്കാലത്ത് നാരായണൻ പറ, വക്കീല് പറ, നന്ദികേടിനെ പോലെ ഹീനമായ കുറ്റത്തിന് ശിക്ഷിക്കാൻ വകുപ്പുണ്ടോ? ഉണ്ടോ? നിയമത്തിൽ അങ്ങനെ ഒരു വകുപ്പ് ഇല്ല. പക്ഷേ മാപ്പ് കൊടുക്കാം ഒരമ്മയ്ക്ക്. ഞാൻ എന്റെ മക്കൾക്ക് മാപ്പ് കൊടുത്തു. നന്നായി വരട്ടെ. അമ്മേ, വലതുകാലം വെച്ച് കേറ് വക്കാലത്തെ. കേറ്, പക്ഷെ നന്ദികേട് കാണിക്കരുത്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, such a personal intervention of the chief minister cannot be treated as an indication of the corrupt motive. That's all, Your Honor. Hey, stop it, I said. കോടതിയിൽ ബോധിപ്പിക്കുന്ന മൊഴി സത്യമായിരിക്കും. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. ദൈവം സാക്ഷി. എന്താണ് ജോലി? ഒരു വക്കീലാണേ. സനതെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരാൾ വക്കീലാവുമോ? ഓർഡർ. വക്കീൽ എന്തെടുത്തു എന്നാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട കോടതി, സനത് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ്. ഇയാൾ വക്കീൽ പരീക്ഷ പാസ്സായത്. ഓഹോ, ഒരാൾ എങ്ങനെയെങ്കിലും വക്കീൽ പരീക്ഷ പാസ്സായി കറുത്ത കോട്ടും ഗൗണും അണിഞ്ഞ് കോടതി വളപ്പിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടോ ബാർ അസോസിയേഷൻ ഹാളിൽ നിന്ന് ചീട്ട് കളിച്ചതുകൊണ്ടോ വക്കീലാവണമെന്നുണ്ടോ? ഞാൻ ചീട്ട് കളിക്കാറേ ഇല്ല, യുവർ ഓണർ. വെറും ഓണറല്ല, ഹൗസ് ഓണർ എന്ന് കൂടി പറയൂ. ശരി, വിചാരണ തുടരട്ടെ. സ്വന്തം പിതാവിനെ പോലെ ഒരു വക്കീലായി ഷൈൻ ചെയ്യാൻ കഴിയാത്തതിലുള്ള ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് നിങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ?
ഓർഡർ ഓർഡർ. കോടതിയിൽ വെച്ച് ഇത്തരം ദുശീലങ്ങളാകാമോ? മദ്യപാനം, പുകവലി, വെറ്റിലമുറുക്ക് എന്നിത്യാദി ദുശീലങ്ങളിൽ നിന്നും മൂക്കിപ്പടി കോടതിയിൽ വർജ്യമല്ലെന്നാണ് ഈ ഉള്ളവൻ സ്വന്തം അപ്പനിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ പ്രതി മൂക്കിപ്പടിയുടെ കാര്യത്തിൽ മാത്രം സ്വന്തം പിതാവിനെ അനുകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ പോലീസ് ഭയം, അമിതമായിട്ടുള്ള വാചകമടി എന്നിങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ഉള്ളതുകൊണ്ട് പ്രതി സ്വന്തം പിതാവിന്റെ യശസ്സിന്റെ 7 അയലുകത്ത് പോലും എത്താനുള്ള യോഗ്യതയില്ലാത്തതിനാൽ അദ്ദേഹത്തിന് നിയമപരിജ്ഞാനം, യൗവനം എന്നിവ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ചട്ടങ്ങളിലൂടെ നീതിയും ന്യായവും നടപ്പാക്കി ഓരോ പൗരനും പരമാവധി നീതിയും സംരക്ഷണവും നൽകുക എന്നുള്ള നിയമത്തിന്റെ പ്രധാന ലക്ഷ്യവും പരിഗണിക്കുന്നില്ല എന്ന കുറ്റവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീമാൻ അഡ്വക്കേറ്റ് മാത്യു നേരുപറമ്പിൽ. പൊള്ളിയോ? പൊള്ളുന്ന പരമാർത്ഥങ്ങളല്ലേ നീ പറഞ്ഞത്? നാളെ തന്നെ നമുക്ക് ആ ഈശ്വര സുബ്രഹ്മണ്യനെ ഒന്ന് കാണണം. എത്ര അഡ്വക്കേറ്റ്സിനെയാ അയ്യര് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഗുഡ് നൈറ്റ്. For the reasons stated in para 8 of the judgment, found inter alia that there was total negligence on the part of the police department. Baki Nawab Rajyadinte writ petition the same matter. Change the names. Quick, Sikram. Okay, sir. Nancy Tadikunu, control yourself. There is a treatment for it. Shall I tell you? Prakriti Jigals. Are Vakalathu Narayanakuttiyo. Irikku. ഗുഡ് മോർണിംഗ് സർ. By the by, ഇതാരാണ് മനസ്സിലായില്ലല്ലോ? ഞങ്ങൾ സ്കൂൾമേറ്റ്സാ. അഡ്വക്കേറ്റ് മാത്യു. മാത്യു ഏത് കോടതിയിലാണ്? സെഷൻസ്. നാരായണക്കുട്ടി ട്രാൻസ്ഫർ ആയി വന്നത് അറിഞ്ഞു. നന്നായി. എപ്പോ വന്നു? ഇന്നലെ വന്നു. നാളെ ജോയിൻ ചെയ്യണം. പിന്നെ ഞാൻ വന്നത് മിസ്റ്റർ മാത്യുവിനെ സാറിനെ ഏൽപ്പിക്കാനാ. മനസ്സിലായി. അണ്ടർസ്റ്റുഡ്. എന്തിലാണ് ടേസ്റ്റ്? പോലീസ് ഇടപെടാത്ത ഏത് കേസും കൈകാര്യം ചെയ്യാം. യെസ്. സ്വകാര്യ കക്ഷികളുടെ കേസ് എടുക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് അർഹതയില്ലല്ലോ. പാർട്ട് 3 റൂൾസ് നോക്കുക. ഓക്കെ. പറഞ്ഞാൽ അറിയും. അഡ്വക്കേറ്റ് MM ചാണ്ടിയുടെ മകനാ. ക്രിമിനൽ ലോയർ. അങ്ങേർക്ക് മകനുണ്ടോ? ശരി, നാരായണക്കുട്ടി പറഞ്ഞതല്ലേ, നിരസിക്കാൻ പറ്റുമോ? മിസ്റ്റർ മാത്യു, പുറത്ത് ഫ്ലാസ്കിൽ കാപ്പി ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വരൂ. അത് ഇൻകം ടാക്സ് ട്രിബ്യൂണലിന്റെ ഒരു വിധി നമുക്ക് ഫേവറബിൾ ആണ്. അയ്യനെന്താ ഇങ്ങനെ? യൂണിയനുള്ള ട്രെയിനിങ് ആണോ ഞാൻ തരുന്നത്? ഞാനൊരു അഡ്വക്കേറ്റ് അല്ലേ നാരായണക്കുട്ടി? നീ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ അയ്യരുടെ ഈ കോംപ്ലക്സ്. എടാ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ അഡ്വക്കേറ്റ്സ് ആക്ട് വരെ അരച്ച് കലക്കി കുടിച്ച ആളാണെങ്കിലും ഭൂമസ്ഥനല്ലേ. ബേസിക്കലി ഡിഗ്രിക്കാരോട് ഡിഗ്രി ഇല്ലാത്തവർക്ക് ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവില്ലേ? അത് തന്നെ. അതിന് ഞാൻ നിന്ന് കൊടുക്കണമല്ലേ? വേണം. അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നിനക്ക് വെട്ടിപ്പിടിക്കാനുള്ളത് വലിയ വലിയ സാമ്രാജ്യങ്ങളാ. നഷ്ടപ്പെടാനോ കുറച്ച് ഫോൾസ് പ്രസ്റ്റീജ്. പിന്നെ ഗുമസ്തൻ. ഞാനൊരു ഗുമസ്തന്റെ മോൻ തന്നെയല്ലടാ. കം ഓൺ. പിന്നെ ഇത് മാത്യു ഡ്രാഫ്റ്റ് ചെയ്തതാ കൺസ്യൂമർ കോർട്ടിൽ കൊടുക്കാൻ. റെയിൽവേയുടെ സർവീസ് ചാർജ്. വണ്ടി നിറങ്ങിയപ്പോ തന്നെ ഒരെണ്ണം ഒപ്പിച്ചെടുത്തു. വെറുതെ അല്ല തന്നെ വക്കാലത്ത് നാരായണൻകുട്ടി എന്ന് വിളിക്കുന്നത്. മിസ്റ്റർ മാത്യു, pour it in 3 cups. 3 കപ്പിലായിട്ട് ഒഴിക്കടാ. Don't pour it like that. Look here. Pour it. Sir. Thank you. Well drafted, Matthew. Notwithstanding anything stated above, in the facts and circumstances of the case, provided that hence for the ground stated in the petition, എന്നൊക്കെ ഇടയ്ക്ക് തിരിയാൽ ഇംഗ്ലീഷ് ആണെന്ന് കരുതുന്ന വക്കീലന്മാരും ഉണ്ട്. പക്ഷെ മാത്യുവിന്റെ ഡ്രാഫ്റ്റിംഗ് അങ്ങനല്ല. താങ്ക് യു സർ. ഞാനും നാരായണൻകുട്ടിയും വിചാരിച്ചാൽ മാത്യുവിനെ സുപ്രീം കോടതിയിൽ എത്തിക്കാം. താങ്ക് യു സർ. എന്നാ അമാവാസി, കർത്തവം ഇന്നും കൂടെ ഉണ്ടല്ലോ. നേരത്തെ പറ. അവളുതാൻ അമാവാസി എന്നോட വൈഫ്.